എൻ്റെ പേര് അബിയ. ഞാൻ 2022 ജൂൺ 4-ാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഇതെൻ്റെ 5ാമത്തെ സാക്ഷ്യമാണ്. ആദ്യമായിട്ട് ഇപ്പോൾ ഞാൻ നന്ദി പറയുന്നത്, എനിക്ക് കുറവുകളുണ്ടായിട്ടും എൻ്റെ ഉടമ്പടി കുറച്ച് നാളായിട്ട് എവിടെയോ പാളിപ്പോയിട്ടും ഈശോയും അമ്മ എന്നെ ഇവിടെ നിർത്തിയതിനാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് ഭയം ഉണ്ടായിരുന്നു, എനിക്ക് എന്തെങ്കിലും തടസ്സം ഉണ്ടാവുമോ സാക്ഷ്യം പറയാനെന്ന്. പക്ഷേ സിസ്റ്റർ എൻ്റെ ഇടയ്ക്ക് പറഞ്ഞതുപോലെ 100 ആടുകൾ ഉള്ളതിൽ ഒരെണ്ണം വഴിതെറ്റിപ്പോയാൽ അതിനെ തിരഞ്ഞു പിടിക്കുന്നവനാണ് ഈശോ. ഈശോ എന്നോട് കാണിച്ച കാരുണ്യത്തെ ഓർത്ത് ആദ്യമേ നന്ദി പറയുന്നു. ആദ്യമായിട്ട് ഉടമ്പടി പറയുന്നത്, സാക്ഷ്യം പറയുന്നത്, എൻ്റെ ഇൻറ്റേൺഷിപ്പിന് എനിക്ക് ഹോസ്പിറ്റലിൽ കിട്ടിയതിനാണ്. ഞാൻ BSc നഴ്സിംഗ് ഫൈനൽ ഇയർ സ്റ്റുഡൻ്റാണ്. എനിക്ക് 3 മാസത്തേക്ക് ഇൻറ്റേൺഷിപ്പ് വേണമായിരുന്നു. പക്ഷേ കേരളത്തിൽ എവിടെ വേണേലും നോക്കാമെന്ന് കോളേജിൽ നിന്ന് പറഞ്ഞെങ്കിലും എനിക്ക് എവിടെ നിന്നും കിട്ടുന്നില്ലായിരുന്നു. ഞാൻ 1 മാസത്തോളം ഒരു ഹോസ്പിറ്റലിലെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് കുറേ അലഞ്ഞു. പക്ഷേ എന്നെ എവിടെ നിന്നും വിളിക്കുന്നില്ലായിരുന്നു. എറണാകുളത്ത് ഇനി ഹോസ്പിറ്റലിൽ കൊടുക്കാൻ എങ്ങുമില്ല, എല്ലായിടത്തും അപ്ലൈ ചെയ്തിട്ട് അവിടെ എടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ തത്തമ്പള്ളി സഹൃദയ ഹോസ്പിറ്റലിൽ അപ്ലൈ ചെയ്തിട്ട് അവർ വിളിക്കാമെന്ന് പറഞ്ഞിട്ടും ഓരോ മാസങ്ങൾ പോകുന്നതല്ലാതെ എന്നെ വിളിക്കുന്നില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഓരോ ഹോസ്പിറ്റലിൽ കയറിയപ്പം എനിക്ക് ആകെ വിഷമമായി. അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ ഒരു കസിൻ വിളിച്ചിട്ട് പറയുന്നത്, അവളുടെ ഒരു ആൻറ്റി ഉത്തർപ്രദേശിലെ ഹോസ്പിറ്റലിൽ നേഴ്സിംഗ് സൂപ്രണ്ടാണ്, ആൻറ്റി അവിടെ ശരിയാക്കി തന്നിട്ടുണ്ട്, നമുക്ക് അവിടെ പോകാമെന്ന് പറഞ്ഞു. പക്ഷേ കേരളത്തിൽ കുറച്ച് നാൾ നിൽക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ വീട്ടുകാരും പറഞ്ഞു, നീ എങ്ങും കിട്ടുന്നില്ലല്ലോ, നീ ഉത്തർപ്രദേശിൽ തന്നെ പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവളോട് ഓക്കെ പറഞ്ഞു. പക്ഷേ ഒരുപാട് വിഷമിച്ചു, ഒരു മനസ്സില്ല എനിക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അവസാനം ഞാൻ എല്ലാവരോടും പറഞ്ഞു, ഇനി ഈ കാര്യത്തിൽ ആരും ഇടപെടണ്ട, ഇത് പരിശുദ്ധ അമ്മയിൽ കൊടുത്ത അമ്മ ശരിയാക്കി തരുമെന്ന് പറഞ്ഞ് ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി പിറ്റേ ദിവസം തന്നെ ഞാൻ തത്തമ്പള്ളി സഹൃദയ ഹോസ്പിറ്റലിൽ പോയി. ഞാൻ ഉടമ്പടിയിൽ സഹൃദയ ഹോസ്പിറ്റൽ എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൻ്റെ പേരെഴുതിയാണ് ഞാൻ വെച്ചത്. ഞാൻ അവിടെ പോയി ആരും അറിയാതെ റിസപ്ഷൻ്റെ ഫ്രണ്ടിൽ ആരും അറിയാണ്ട് ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ച് അവിടുന്ന് കണ്ണുനീരൊഴുക്കിയാണ് ഇറങ്ങിയത്. വിഷമമായിരുന്നു, കിട്ടുമോ ഇല്ലേ എന്ന്. അങ്ങനെ അമ്മ പറഞ്ഞു, ഇവിടെ അടുത്തൊരു പള്ളിയുണ്ട്, നമുക്ക് അവിടെ നിന്ന് പോയിട്ട് പോകാം എന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് കേട്ടിട്ടുള്ളതല്ലാതെ ഞാൻ ഇന്നേവർക്ക് ആ പള്ളിയിൽ പോയിട്ടില്ല. അവിടെ പോയിട്ട് പ്രാർത്ഥിച്ച് തിരിച്ചു വരുന്ന വഴി എൻ്റെ ഒരു ആൻറ്റീനെ ഞാൻ കണ്ടു. ആൻറ്റിക്ക് 2 പിള്ളേരുണ്ട്. അതിൽ മൂത്ത കുട്ടി കുഞ്ഞായിരുന്നപ്പോൾ, പൊടിക്കൊച്ചായിരുന്നപ്പോൾ കണ്ടതാണ്. 10-12 വർഷത്തിന് മുകളിലായി ഞാൻ ആൻറ്റീനെ കണ്ടിട്ട്. ആൻറ്റീനെ വഴി വെച്ച് സംസാരിച്ച് ആൻറ്റി പറഞ്ഞു, എനിക്കൊരു കടയുണ്ട്, അവിടെ വന്ന് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ ചെന്ന് സംസാരിച്ച് എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോഴാണ് ആൻറ്റി പറയുന്നത്, അതിനെന്താ നമുക്ക് ശരിയാക്കാം, എൻ്റെ ബ്രദർ അവിടുത്തെ അച്ഛൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, നമുക്കത് ശരിയാക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഓരോരുത്തരും നമ്മളിങ്ങനെ പറയുമ്പോൾ നമുക്കത് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യുന്നതല്ലാതെ ഞാൻ ഓർത്ത് അത് ജസ്റ്റ് പറഞ്ഞു പോയതായിരിക്കും, ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ എൻ്റെ നമ്പരൊക്കെ വാങ്ങിച്ചിട്ടും പിറ്റേ ദിവസം ആൻറ്റിയുടെ ബ്രദർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോളല്ലേ ഇങ്ങനെ ഇൻറ്റേൺഷിപ്പിന് തിരക്കുന്നത്, ആൻറ്റിയുടെ ബ്രദറാണ് ഞാനെന്ന് പറഞ്ഞ് വിളിച്ച് സംസാരിച്ച് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച്. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ വീണ്ടും വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, മോൾക്ക് സഹൃദയ ഹോസ്പിറ്റലിൽ കയറാം, ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, മോൾ കയറിക്കോ ഡ്യൂട്ടിക്കെന്ന് പറഞ്ഞു. ഞാൻ ഇതറിഞ്ഞത് എനിക്ക് 3-ാമത്തെ ദിവസം ഞാൻ സഹൃദയ ഹോസ്പിറ്റലിൽ ഇൻറ്റേൺഷിപ്പിന് കയറി. ഞാനിവിടെ അമ്മയോട് വെച്ച ഒരു കാര്യമായിരുന്നു, സഹൃദയ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ ഒരു ക്രിസ്തുരാജൻ്റെ രൂപമുണ്ട്, എനിക്ക് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഒക്കെ ഈശോയെ മുത്തിയിട്ട് കയറാം. ആ ഒരു ആഗ്രഹം ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നു. ഇറങ്ങുന്നത് വരെ 3 മാസത്തെ ഇൻറ്റേൺഷിപ്പ് ഞാനിങ്ങനെ അലഞ്ഞു നടന്നത് കാരണം എങ്ങും കിട്ടുന്നില്ലായിരുന്നു. അപ്പം അങ്ങനെ 1 മാസം എൻ്റെ വെറുതെ പോയി. അപ്പോൾ ആ 2 മാസം എനിക്ക് കിട്ടിയത് ഞാൻ എൻ്റെ ഈശോയെ ഉമ്മ കൊടുത്തിട്ടാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് ഇത്ര വലിയൊരു അനുഗ്രഹം തന്നതിന് അമ്മയ്ക്ക് ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. 2ാമത്തെ എൻ്റെ സാക്ഷ്യം, എനിക്ക് 23 വയസ്സുണ്ട്. ഈ 23 വർഷത്തിനുള്ളിൽ എനിക്ക് ഇതേവരേക്കും ഒരു 39-40 കിലോ അല്ലാണ്ട് കൂടുന്നില്ലായിരുന്നു. ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എപ്പോഴും പെട്ടെന്ന് തന്നെ അസുഖങ്ങൾ എനിക്ക് വരുമായിരുന്നു. ഹോസ്പിറ്റലിൽ എന്തെങ്കിലും കാര്യത്തിന് പോയാൽ ഡോക്ടർ ഉടനെ പറയും ഡീഹൈഡ്രേറ്റഡ് ആണ്, നന്നായി ഭക്ഷണം കഴിക്കണം. പക്ഷേ എനിക്ക് ഭക്ഷണം കഴിക്കാൻ താല്പര്യവും ഇല്ല, ഭയങ്കര മടുപ്പായിരുന്നു ഫുഡ് കഴിക്കാൻ.
അങ്ങനെ ഞാൻ അവസാനമായിട്ട് എൻ്റെ മാർഗ്ഗം ഉടമ്പടി മാത്രമേ ഉള്ളെന്ന് കരുതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടിയിൽ മാതാവിൻ്റെ അടുക്കൽ നിയോഗം വെച്ച്, മാതാവേ 23 വർഷമായിട്ട് എനിക്ക് 39-40 കിലോയ്ക്ക് മുകളിൽ ഞാൻ എൻ്റെ വെയിറ്റ് കണ്ടിട്ടില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് എൻ്റെ ഹൈറ്റിനനുസരിച്ച് എനിക്ക് വെയിറ്റ് തരണം. ഞാനിനി ഒരു ഭക്ഷണവും അമിതമായിട്ട് കഴിക്കത്തില്ല. ഞാനിനി വണ്ണം വയ്ക്കണം എന്ന രീതിയിൽ ഞാൻ ഒരു ഭക്ഷണവും കഴിക്കത്തില്ല. 23 വർഷത്തോളം എൻ്റെ അമ്മ ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യമാണ്. ഇനി നീയേ ഉള്ളൂ എനിക്ക്. ഞാൻ ഉടമ്പടിയിൽ വെച്ച് ഇവിടുന്ന് പോയി എല്ലാ ദിവസവും രാത്രി ഒരു നുള്ള് ഉടമ്പടി ഉപ്പ് എടുത്ത് കഴിച്ചിട്ടാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. 1 മാസം പോലും ആയില്ല. അതിനു മുമ്പേ എൻ്റെ ഡ്രസ്സെല്ലാം എനിക്കെന്തോ ഭയങ്കര ടൈറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. അങ്ങനെ പോയി ഞാൻ വെയിറ്റ് നോക്കിയപ്പോൾ എനിക്ക് 50 കിലോ വെയിറ്റാണ് ഞാൻ കണ്ടത്. 23 വർഷത്തിൽ ഇന്നേ വരെക്കും 40-ന് മുകളിൽ ഞാൻ ഇന്നേ വരെക്കും ഞാൻ അതിൽ കണ്ടിട്ടില്ല. എനിക്കിപ്പോൾ 50 കിലോ വെയിറ്റാണുള്ളത്. ഇതേവരേക്കും ഈ നിമിഷം വരെ എനിക്കിപ്പോൾ ഒരു പനി പോലും വന്നിട്ടില്ല. ഭയങ്കര ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നതാണ്. ഞാൻ ഇതിനു മുമ്പ് 4 സാക്ഷ്യങ്ങൾ പറഞ്ഞപ്പോഴും എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ മാറ്റിത്തന്നതും എനിക്ക് എന്തൊക്കെയാണ് ഞാൻ അനുഭവിച്ച് മാറിയതെന്നും എല്ലാം ഞാനിവിടെ സാക്ഷ്യം പറഞ്ഞതാണ്. ഇത്ര വലിയൊരു അനുഗ്രഹം തന്നതിന് അമ്മയ്ക്ക് ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടുന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി മാനസികാരോഗ്യ കേന്ദ്രത്തിലും അതുപോലെ ക്യാൻസർ വാർഡിലും അറിയാത്തവർക്ക്, ആർക്കാണ് കൃപാസനത്തെ അറിയാവുന്നവർക്ക് ഞാൻ ഒരിക്കലും കൊടുക്കത്തില്ല. അവരിവിടെ വരുന്നതാണ്. ആരാണ് അറിയാത്തവർക്ക് തിരഞ്ഞു പിടിച്ച് ഞാൻ കൊടുക്കും. അറിയാവുന്ന പറയുന്നവരിൽ നിന്ന് ഞാൻ പത്രം ചോദിക്കും, ഞാനിത് വേറെ ആർക്കെങ്കിലും കൊടുത്തോട്ടെ, നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ എന്ന് പറയുമ്പോൾ ഞാനത് തിരിച്ച് വാങ്ങിച്ചിട്ട് വേറെ അറിയാത്തവർക്ക് തിരഞ്ഞു പിടിച്ച് ഞാൻ അലഞ്ഞിട്ടാണേലും ഞാൻ കൊടുക്കും. ഞാൻ അങ്ങനെയാണ് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത്. അതുപോലെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും. പൈസയിൽ ബുദ്ധിമുട്ടുന്നവർക്ക് എൻ്റെ കയ്യിലുള്ളത് എന്താണോ, ചിലപ്പോൾ ഞാനത് കഴിക്കാൻ വെച്ചിരിക്കുന്നതായിരിക്കും, പക്ഷേങ്കിലും എൻ്റെ വിശപ്പ് ഞാൻ മാറ്റി വെച്ചിട്ട് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് അത് ഉപയോഗപ്പെടുത്തും. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് പ്രിൻസി മാർട്ടിൻ. ഞാൻ അബിയയുടെ അമ്മയാണ്. ഞാൻ 2018 ഇവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുത്തത്. 17 പുതുക്ക് കഴിഞ്ഞെൻ്റെ ഇത് ഇവിടെ അൾത്താരയിൽ പറയുന്നത് 8ാമത്തെ സാക്ഷ്യമാണ്. 7 സാക്ഷ്യങ്ങളും വലിയ വലിയ സാക്ഷ്യങ്ങളായിരുന്നു ഞാൻ പറഞ്ഞത്. ഇതിപ്പം ചെറുതായിട്ട് തോന്നുമെങ്കിലും എനിക്ക് വലിയൊരു സാക്ഷ്യമാണ്. എനിക്ക് ഒരു 3 മാസത്തിന് മുമ്പ് എൻ്റെ പ്രൈവറ്റ് പാർട്ടിൽ ഒരു മുറിവുണ്ടായി. അപ്പോൾ ഞാൻ 2-3 ഡോക്ടർമാരെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് അത് ഉള്ളിൽ മുറിവുണ്ടെങ്കിൽ നമുക്ക് സ്കാൻ ചെയ്തിട്ട് സർജറി ചെയ്യേണ്ടി വരും എന്നായിരുന്നു. പക്ഷേ എനിക്ക് ഭയമില്ലായിരുന്നു. കാര്യം ഉടമ്പടിയിലാണ് എന്ത് കാര്യവും മാതാവിൻ്റെ സാന്നിധ്യത്തോട് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഭയമില്ലായിരുന്നു. വീട്ടിലെല്ലാവർക്കും അത് ഇരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും വേദനയുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ് മാതാവുണ്ടല്ലോ എനിക്ക് സാധിച്ചു തരും, ഞാൻ അൾത്താരയിൽ ഒരു സാക്ഷ്യം പറയും, മാതാവ് എനിക്ക് സുഖപ്പെടുത്തും എന്ന് വിശ്വസിച്ചു. ഉടമ്പടി തൈലം അതിൻ്റെ മുകൾ വശമായിട്ടിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ 3 മാസം വേദനയോട് സഹിച്ചു. ഡോക്ടർമാരെ മാറി കാണിച്ചിട്ട് ഇതാണ് പറയുന്നത്, സ്കാൻ ചെയ്യാൻ. നമ്മൾ സ്കാൻ ചെയ്യാൻ ഞാൻ പോകത്തില്ല, പരിശുദ്ധ അമ്മ ഇതെനിക്ക് മാറ്റിത്തരും എന്ന് വിശ്വസിച്ചു. ഇപ്പം എനിക്ക് യാതൊരു കുഴപ്പമില്ല. എങ്ങനെയാ മുറിവ് ഉണങ്ങിയെന്നും ആ വേദന മാറിയെന്നും എനിക്ക് തന്നെ അറിയത്തില്ല. എനിക്കറിയാമായിരുന്നു പരിശുദ്ധ അമ്മ മാറ്റും. കാര്യം 7 സാക്ഷ്യം നീ അൾത്താരയിൽ പറഞ്ഞതാണ്, 8ാമതും എന്നെ കയറ്റും എന്നെനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു സാക്ഷ്യത്തിനായിട്ടാണെങ്കിൽ പോലും ഞാനിവിടെ വന്ന് ഈ സാക്ഷ്യം പറയുന്നത്. പിന്നെ ആത്മീയത എന്ന് പറയുന്നത് ഭയങ്കര ഒരു സമാധാനമാണ് ഞങ്ങളുടെ കുടുംബത്തിൽ. കാര്യം ഞാൻ, എൻ്റെ ഇളയ മകൾ 3 പേരും ഉടമ്പടി എടുത്തതാണ്. അവർ 2 പേരും നേഴ്സിംഗ് സ്റ്റുഡൻ്റാണ്. അവർക്ക് വേണ്ടി ഇപ്പം ഉടമ്പടിയിൽ നിയോഗം വെക്കാറില്ല. കാര്യം അവർ 2 പേരും ഉടമ്പടിയിലാണ്. അപ്പം ഞാൻ പറയും, നിങ്ങൾ ഉടമ്പടി കൃത്യമായിട്ട് പാലിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ കാര്യം സാധിച്ചെടുക്കണം. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ഉടമ്പടിയിൽ വെക്കും. കാര്യം രോഗികളായിട്ടുള്ള ഒരുപാട് പേര് നമ്മളോട് പറയും. അതെല്ലാം ഞാൻ വെച്ചാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അവർക്ക് വേണ്ടി ഞാനിപ്പോൾ ഉടമ്പടിയിലൊന്നും എഴുതാറില്ല. കാര്യം അവർ ഉടമ്പടിയിലാണ്, അവർ തന്നെ അത് കൃത്യമായിട്ട് ചെയ്ത് സാധിച്ചെടുക്കണമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ ആത്മീയതയിൽ ഭയങ്കര കുടുംബസമാധാനം. അതായത് നമുക്ക് ഒന്നുമില്ല, സാധാരണ ഒരു കുടുംബമാണ്. ഞങ്ങളുടെ അപ്പം കാർപ്പൻ്ററാണ്. പക്ഷേ എങ്ങനെയാണെന്നറിയാം, എനിക്കൊരു ജോലിയില്ല. പക്ഷേ പിള്ളേരുടെ വിദ്യാഭ്യാസം എന്താണേലും സാമ്പത്തികമായിട്ട് നമ്മൾ വിഷമിക്കാൻ ഇടവരത്തില്ല. അതിനു മുന്നേ തന്നെ നാളത്തെ കാര്യം പരിശുദ്ധ അമ്മ അത് ക്രമീകരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ഒരു ഉറപ്പായിരുന്നു. കാര്യം പിന്നെ ഭയമാണ്. പ്രാർത്ഥനയിലൊരു ശകലം ഞങ്ങൾ കുറവ് വരുത്തിയാൽ ഞങ്ങൾക്ക് ഭയമാണ്. കാര്യം പെട്ടെന്ന് തന്നെ അതിലോട്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് വരും. ഒന്നും ഉഴപ്പാൻ ഞങ്ങൾക്ക് ഭയങ്കര ഭയമാണ്. പ്രാർത്ഥന അല്ല, അധികം
മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ. ഇവിടെ പ്രേക്ഷിത പ്രവർത്തനത്തിനാണേലും ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ബസ് സ്റ്റാൻഡിലൊക്കെ ഇറങ്ങിയിട്ട് പത്രം ഞാൻ കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ ഞാൻ 7 സാക്ഷ്യം പറഞ്ഞതാണെന്നും എനിക്ക് കിട്ടിയ അനുഭവങ്ങളൊക്കെ പറഞ്ഞാണ് ഞാൻ കൊടുക്കുന്നത്. എനിക്ക് വലിയ അനുഭവങ്ങൾ, എൻ്റെ ചെവിക്ക് കേൾവിയില്ലാണ്ടൊക്കെ അത് പിന്നെ സർജറി പറഞ്ഞിട്ടിട്ട് അവിടെ പൂർണ്ണ സൗഖ്യം കിട്ടിയതാണ്, അതൊന്നും ഇല്ലാതെ. അപ്പോൾ അതൊക്കെ ഞാൻ ഒന്നേന്ന് എല്ലാവരോടും ഇച്ചിരി നേരം നിന്നിട്ട് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. പ്രൈവറ്റ് സ്റ്റാൻഡിലൊക്കെ പോയാൽ അവിടെ ഇരിക്കുന്നവർ അടുത്ത് പോയിരുന്നവരൊക്കെ ചിലപ്പം നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രതികരിക്കുമായിരിക്കും, എന്നാലും ഞാനതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും. ഒന്ന് വായിച്ചോ, കളയണ്ട, ഒന്ന് വായിച്ചോ. പിന്നെ ഇതുപോലെ മോള് പറഞ്ഞതുപോലെ അറിയുന്നവർക്ക് കൊടുക്കത്തില്ല. കൃപാസനത്തിൽ പോയോ, പത്രം കിട്ടിയോ എന്ന് പറയാം, അത് തിരിച്ച് മേടിച്ചിട്ട് അറിയാത്തവർക്ക് ഞങ്ങൾ കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ കാരുണ്യപ്രവൃത്തി എന്ന് പറയുന്നത്, ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന സമയമൊക്കെ ആണെങ്കിൽ നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ ഞങ്ങൾ എന്തുമാത്രം ബുദ്ധിമുട്ടുന്നു, അതുപോലെ വേദനിക്കുന്നവർക്ക് ഞാൻ പഠനോപകരണങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കും. പിന്നെ ക്യാൻസർ രോഗികൾ ഉള്ള വീടുകളിലാണേലും ഹോസ്പിറ്റലിലാണേലും ചെന്ന് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന സാമ്പത്തിക സഹായമൊക്കെ ചെയ്തു കൊടുക്കും. സാമ്പത്തികമായിട്ടും ശരിക്കും ഞങ്ങളേലും ബുദ്ധിമുട്ടുന്നവർക്ക് വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ 3 പേരും കൂടെ ഞങ്ങൾ ഒന്നിച്ചും ഷെയർ ചെയ്തും ഒക്കെ ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കും. മക്കളാണെങ്കിൽ അവർ പഠിക്കുന്ന ബാംഗ്ലൂരാണേലും അവിടെയൊക്കെ പോയി അവർ വഴിയിലിരിക്കുന്നവർക്ക് ആഹാരം മേടിച്ചു കൊടുക്കുകയും ബെഡ്ഷീറ്റ് വാങ്ങിച്ചു കൊടുക്കുകയും എല്ലാം ചോദിക്കുമ്പോൾ ഞാൻ സമ്മതത്തോടെ എന്ത് വേണേലും ചെയ്തോളാൻ വേണ്ടി അവർക്ക് സമ്മതം കൊടുക്കും. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ആത്മീയതയിൽ പറയാനാണെങ്കിൽ ഒത്തിരി സമാധാനവും സന്തോഷവും അതാണ്. ഇപ്പം ഞങ്ങൾക്കൊരു ടെൻഷനില്ല, പഠിച്ചു കഴിഞ്ഞ് ഇനിയെല്ലാം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കും. അടുത്ത കാര്യങ്ങൾ അമ്മയോട് ചോദിച്ചിട്ട് നിങ്ങൾ ചെയ്യാനാണ് ഞാൻ മക്കളോട് പറയുന്നത്. അത് അവരെന്ത് ആഗ്രഹിക്കുന്ന ആ ഉദ്യമങ്ങളിൽ എത്തിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഈ അൾത്താരയിൽ കെട്ടി 8ാമത്തെ സാക്ഷ്യത്തിന് എന്നെ ഇവിടെ ഒരുക്കിയതിന് അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് 37-ാം അധ്യായം 6-ാം തിരുവചനം. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പുകൾ വച്ച് പിടിപ്പിക്കുകയും മാംസം വളർത്തുകയും ചർമ്മം പൊതിയുകയും നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ ജീവൻ പ്രാപിക്കും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നിങ്ങൾ അറിയും. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം ഉടമ്പടിയിലൂടെ നടന്നു നീങ്ങുമ്പോൾ, ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വലിയ വലിയ ഉറപ്പുകളാണ് അവിടുന്ന് നമുക്ക് നൽകുന്നത്. അബിയ എന്ന ഈ മകൾ സാക്ഷ്യ സ്ഥിരീകരണത്തിനായി കൗണ്ടറിലേക്ക് വന്നപ്പോൾ പറയുകയുണ്ടായി, എന്നെ മാതാവ് കൈവിട്ടു, ഈശോ എന്നെ മറന്നു കളഞ്ഞു. അതുകൊണ്ട് ഞാൻ ഉഴപ്പിയപ്പോഴെല്ലാം മാതാവ് എന്നെ കൈവിട്ടു. അത് ഞാൻ അപ്പോൾ തന്നെ അബിയോട് പറയുകയുണ്ടായി, മാതാവ് നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല. നമ്മളാണ് മാതാവിൻ്റെ കൈവിട്ടുകൊണ്ട് നടക്കുന്നത്. കാരണം ഉടമ്പടി ഉഴപ്പുന്നത് നമ്മളാണ്. വലിയ ഒരു സാക്ഷ്യവുമായിട്ടാണ് അബിയയും അമ്മയും ഇവിടെ അൾത്താരയിൽ നിൽക്കുന്നത്. അവരുടെ ജീവിതം തന്നെ, കുടുംബം മുഴുവനും വളരെ ആത്മാർത്ഥതയോടെ വളരെ വിശ്വസ്തയോടുകൂടിയാണ് ഉടമ്പടി ജീവിക്കുന്നതെന്ന് ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അമ്മയുടെ 8ാമത്തെ സാക്ഷ്യമാണിത്. അതുപോലെ തന്നെ അബിയ 5ാമത്തെ പ്രാവശ്യമാണ് ഈ 23 വയസ്സിൽ അബിയ സാക്ഷ്യം നൽകുന്നത്, 5ാമത്തേത്. അബിയയ്ക്ക് ഉറച്ച വിശ്വാസവും ഈശോയിലുള്ള വലിയ പ്രതീക്ഷകളും എപ്പോഴുമുണ്ട്. നഴ്സിംഗ് പഠനം കഴിഞ്ഞപ്പോൾ തന്നെ അബിയ വലിയ വിശ്വാസത്തോടെ പല ഹോസ്പിറ്റലുകളിലും കയറിയിറങ്ങി ആപ്ലിക്കേഷൻ കൊടുത്തുവെങ്കിലും പരിശുദ്ധ അമ്മ അബിയയ്ക്ക് വേണ്ടി കരുതി വച്ചിട്ടുള്ള, അബിയ ആഗ്രഹിച്ചതും അമ്മ കരുതി വെച്ചതുമായ ഒരു ഹോസ്പിറ്റലാണ് അബിയയ്ക്ക് നൽകിയതെന്ന് ഇവിടെ ഏറ്റുപറയുകയുണ്ടായി. തൻ്റെ ജീവിതത്തിലേക്ക് പുതിയ ഞരമ്പുകളും ശരീരത്തിലേക്ക് പുതിയ ജീവനും നൽകുന്ന ഓരോരോ ഉടമ്പടി പുതുക്കലുകളെയും അബിയ കണ്ടറിയുന്ന, അനുഭവിച്ചറിയുന്ന ഒരു വലിയ സാക്ഷ്യമാണ് ഈ മകളിപ്പോൾ ഇവിടെ ഏറ്റെടുത്ത് പറഞ്ഞത്. എത്ര തന്നെ ഹോസ്പിറ്റലുകൾ റിജക്റ്റ് ചെയ്ത് സങ്കടപ്പെടുമ്പോഴും വിശ്വസിച്ച് മുന്നേറിയ ഒരു വലിയ സാക്ഷ്യമാണിത്. അബിയയ്ക്ക് പറയാനുള്ളത്, എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടിയെടുത്ത് പുതുക്കി ഇവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ആഗ്രഹിക്കുന്ന ഹോസ്പിറ്റലിൽ എനിക്ക് അപ്പോയിൻമെൻറ്റ് തരണം. 12 വർഷം കാണാതിരുന്ന ഒരു ആൻറ്റി പെട്ടെന്ന് ഈ മകളുടെ മുന്നിലെത്തുകയും ആ ഒരു സ്വർഗദൂതൻ അബിയയ്ക്ക് വേണ്ട എല്ലാ ഏർപ്പാടുകളും ചെയ്ത് വളരെ 3 ദിവസത്തിനുള്ളിൽ, ഉടമ്പടി പുതുക്കി 3 ദിവസത്തിനുള്ളിൽ അപ്പോയിൻമെൻറ്റ് ലെറ്റർ മകളുടെ കയ്യിൽ കിട്ടുകയും ചെയ്തു. വലിയൊരു സാക്ഷ്യമാണിത്. നാം എപ്പോഴും നമ്മെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തിന് വേണ്ടി നാം വിശ്വസ്തയോടുകൂടി പ്രത്യുത്തിരിക്കുമ്പോഴുള്ള ജീവിതാനുഭവങ്ങളാണ് ഇന്ന് ഈ പ്രത്യക്ഷീകരണ സാക്ഷ്യമായി മക്കൾ ഈ അൾത്താരയിൽ ഏറ്റുപറയുന്നത്.
ഈ മകൾക്കുണ്ടായ വലിയൊരു ആഗ്രഹം, ഈശോയെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച് അബിയെ പറഞ്ഞത് ഇതാണ്: ഈ ഹോസ്പിറ്റലിൽ എനിക്ക് ജോലി കിട്ടുകയാണെങ്കിൽ നിന്നെ എനിക്ക് എപ്പോഴും ചുംബിച്ച് ഇവിടെ നിന്ന് കയറുകയും ഇറങ്ങുകയും ചെയ്യാമല്ലോ. ഈശോയെ മണിയടിക്കുക എന്ന് പറയുന്നതൊക്കെ ഇത് തന്നെയാണ്. ജോസഫ് അച്ഛൻ നമ്മോട് എപ്പോഴും പറയാറുണ്ട്, നിനക്ക് ഈ ഉടമ്പടി വാഗ്ദാനങ്ങൾ നൽകുന്നതുകൊണ്ട് എനിക്കെന്തുപകാരം എന്ന ചോദ്യത്തിനാണ് അബിയ വളരെ കൃത്യമായി ഉത്തരം നൽകിയിരിക്കുന്നത്. എനിക്ക് ഈശോയെ ചുംബിക്കണം, ഈശോയെ കാലുകളിൽ തൊടണം എന്നുള്ളൊരു വലിയ ആഗ്രഹം. അതിനപ്പുറം എനിക്ക് ജോലി കിട്ടണം, എനിക്ക് കാശ് വേണം, എനിക്ക് വലിയ ജീവിതം വളരെയധികം കെട്ടിപ്പടുക്കണം എന്നതിനേക്കാൾ വലിയൊരു ആഗ്രഹമാണ് അബിയ മുന്നോട്ട് വെച്ചത്. അതുപോലെ തന്നെ മകളുടെ ആരോഗ്യനില വളരെ മോശമായിരുന്നു. മകൾ പറയുകയുണ്ടായി, ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാൻ പറഞ്ഞു, എൻ്റെ 23 വയസ്സിൽ എനിക്ക് ഒരിക്കലും 1 കിലോ പോലും എനിക്ക് എൻ്റെ വെയിറ്റ് കൂടുന്നില്ല, വലിയ വലിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ടൊന്നും എനിക്ക് എൻ്റെ വെയിറ്റ് കൂടുന്നില്ല. ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്ത് ഈ മകൾ എല്ലാ ദിവസവും ഒരു നുള്ളു വിശുദ്ധ ഉപവിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ മകൾക്ക് വലിയ വ്യത്യാസമാണ് ഉണ്ടായത്. നമുക്കിത് കേൾക്കുമ്പോൾ ഒരു ചെറിയൊരു കാര്യമാണല്ലോ, ഒരു വെയിറ്റ് കൂടിയതാണോ ഇത്രയും വലിയൊരു കാര്യം എന്ന് നമുക്ക് ചിന്തിച്ചു പോകാം. പക്ഷേ ഇവരെ സംബന്ധിച്ച് അതൊരു വലിയ അത്ഭുതമാണ്. 1 മാസത്തിനുള്ളിൽ 10 കിലോ വെയിറ്റ് ഈ മകൾ കൂടിയെന്ന് പരിശുദ്ധ അമ്മയുടെ ഈ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിലൂടെ ഏറ്റു പറയുന്നു. നമ്മുടെ എല്ലാ കൊച്ചു കാര്യങ്ങളായാലും വലിയ കാര്യങ്ങളായാലും നമുക്ക് അമ്മയിൽ എപ്പോഴും ശരണപ്പെടാം. ഈശോയിൽ നിന്ന് പ്രാപിച്ചു തരുന്ന വലിയ വലിയ അത്ഭുതങ്ങൾക്ക് നമുക്ക് നന്ദി പറയുകയും ചെയ്യാം. ഈശോ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നുണ്ട്, മറ്റ് 9 പേരെവിടെ? 10 കുഷ്ഠരോഗികൾക്ക് സൗഖ്യം കിട്ടി, ഒരു ആൾ മാത്രം തിരിച്ചു വന്നു, ഒരു വിജാതീയൻ മാത്രം തിരിച്ചു വന്നപ്പോൾ ഈശോ ചോദിച്ചൊരു ചോദ്യമാണ്, മറ്റ് 9 പേരെ ഇവിടെ? ഈ അമ്മയും മകളും വളരെ ആത്മാർത്ഥതയോടുകൂടിയാണ് അമ്മ പറയുന്നത്, എൻ്റെ 17ാമത്തെ പുതുക്കലാണിത്. 17 പുതുക്കൽ എന്ന് വെച്ചാൽ 3.5 വർഷമോ 4 വർഷമോ കണ്ടിന്യൂസ് ആയി ഉടമ്പടി ആത്മാർത്ഥതയോടെ ജീവിച്ചു എന്നുള്ളതിൻ്റെ ഒരു വലിയ പ്രതിസ്ഫുരണമാണിത്. നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. നമുക്ക് എപ്പോഴും നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കാം. അബിയയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.